ചെല്ല്. എന്താ സാർ? എന്താ പറ്റി സാർ? ഈ പാലൊക്കെ എനിക്ക് വേണം. അയ്യോ, അപ്പൊ സാർ ചായ ഇടണ്ടേ? ചായ ഇടുക, കാപ്പി ഇടുക, എന്ത് വേണം ചെയ്തോ, അതൊന്നും എനിക്കറിയണ്ട. ഈ പാല് എനിക്ക് ആവശ്യമുണ്ട്. ചായക്ക് പാല് വേണമെങ്കിലേ നീ പുറത്തു പോയി മേടിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. രാജു, എടാ രാജു, എടാ രാജു. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എടാ രാജു. നേരം വെളുത്തപ്പോഴേ ആവശ്യമില്ലാത്ത ശബ്ദങ്ങളോ. നേരം രാജു. ഓ എന്താ സാറേ? എന്താ സാറേ? എന്താ സാറേ? ഈ നേരമായിട്ടും നിനക്ക് എണീക്കാറായില്ലേ? ഉറങ്ങിപ്പോയി സാറേ. അങ്ങനെ നിനക്ക് തോന്നുമ്പോ കിടന്നുറങ്ങാനല്ല കൃത്യമായിട്ട് ശമ്പളം തരുന്നത്. നീ ഇതുവരെ പോയില്ലേ? എങ്ങോട്ടാ മോളെ? അത് ഈ പാല് വിജയ് സാറിന് വേണമെന്ന് പോയി വേറെ വാങ്ങിക്കാൻ പറഞ്ഞു. അതിന് മോളെന്തിനാ പോണേ? ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. നീ എവിടേക്ക്? അതെന്താ അവള് പോയ പാല് കിട്ടില്ലേ? കിട്ടും. കിട്ടുമെങ്കിൽ അവള് പോയിട്ട് വരും. നിന്നെ എനിക്കിവിടെ ആവശ്യമുണ്ട്. പോയിട്ട് വാ, നിന്ന് താളം ചവിട്ടാതെ. എന്താ സാറേ? സാറേ, എന്താണ് എന്നെ കൊണ്ട് ഇത്രയും വലിയ അത്യാവശ്യം? അതെ, ഈ 2 പാലും കൂടെ ഒരു പാത്രത്തിൽ ഒഴിക്കണം. എന്നിട്ട് തിളപ്പിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ പാല് കുറുകി കുറുകി ഏകദേശം 1/2 ഗ്ലാസ് വരെ ആകണം. അതെന്തിനാ സാറേ? ആവശ്യമുണ്ട്. അങ്ങനെയൊന്നും ആരും ഇതുവരെ കഴിക്കാറില്ല സാറേ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു? സാർ ആരെ കുറിച്ചാ പറയുന്നേ? നിന്നോടായതുകൊണ്ട് സത്യം പറയാലോ, ഞാനേ ഒരു വലിയ വൈദ്യനെ കണ്ടിരുന്നു. അയാളോടെ എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടം ഞാൻ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞും കൂടെ വേണോ സാറേ? നിന്റെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ എനിക്ക് തരാനുള്ള വില ഇവിടെയുള്ള ആളുകൾ തരൂ. അതുകൊണ്ടേ എനിക്കൊരു പുലിക്കുട്ടി തന്നെ ജനിക്കണം. പുലിക്കുട്ടി ജനിച്ച അത് പുലിക്കല്ലേ ഉപകാരം? സാറിന് എന്തിനാണ് അതുകൊണ്ട് ഉപകാരം? മനസ്സിലായി. ഇവിടെ മറ്റുള്ളവരെ കളിയാക്കാൻ അറിയുന്നത് നിനക്കാണല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ വിസ്തരിച്ചറിയാൻ നിൽക്കണ്ട. മര്യാദക്ക് പറഞ്ഞത് ചെയ്യാൻ നോക്കടാ. സാറേ, ഞാൻ ഇതുവരേക്ക് ഇങ്ങനെ കുറുക്കിയൊന്നും ഉണ്ടാക്കി ചെയ്തിട്ടില്ല സാറേ. പിന്നെ ചൊവ്വയിലേക്ക് റോക്കറ്റ് വിടാനല്ലേ നിന്നോട് പറഞ്ഞത്? എടാ, 2 പാൽ പാക്കറ്റ് എടുത്ത് കട്ട് ചെയ്ത് തിളപ്പിക്കാൻ പറഞ്ഞാ അതൊക്കെ ചെയ്താൽ മതിയടാ വേലക്കാരാ. അതിനെ പെട്ടെന്നാവട്ടെ. എന്നിട്ട് എനിക്ക് അതിൽ ചേർത്ത് മരുന്ന് കഴിക്കാനുള്ളതാ. എന്നിട്ട് വേണം എനിക്ക് എന്റെ പുലിക്കുട്ടിയെ ജനിപ്പിക്കാൻ. മാറ പൂച്ചക്കുട്ടി. പുലി മുറുകത് പുലി മുറുകത് പുലി മുറുകത് പുലി മുറുകത് പുലി മുറുകത്. പുലിക്കുട്ടിയായാലും സിംഹക്കുട്ടിയായാലും ഇങ്ങേർക്ക് ഇതൊന്നും പറക്കുമെന്ന് തോന്നുന്നില്ല. എന്തരോ ആയിക്കോട്ട് കൊട്ടു. പാല് തിളപ്പിച്ചു കൊടുക്കാം, അതുകൊണ്ട് എന്തരോ കാണിക്കട്ടെ. പുലിക്കുട്ടിയോ സിംഹക്കുട്ടിയോ എന്തോ. എടാ രാജു, പെട്ടെന്ന് കൊണ്ടുവാ. പുലി മുറുകത് പുലി മുറുകത് പുലി മുറുകത്. എടി, നിനക്കൊരു ടെൻഷനും ഇല്ലേ? എന്തിനാ ടെൻഷൻ? നീ പറഞ്ഞ കാര്യം ഫലിക്കൊന്നും ഉറപ്പല്ലേ?
ചേച്ചി അതിൽ നെയിൽ പോളിഷ് കലർത്തി എന്നുള്ളത് ശരിയാണോ? ഉം. അത് അവളുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ബഹളം കുറച്ച് കഴിയുമ്പോ കേൾക്കാം. പിന്നെ ചേച്ചി ആഗ്രഹിച്ച പോലെ അവള് വീണ് കിടക്കും. കൊള്ളാം. ഇത് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ നടന്നാലുണ്ടല്ലോ, നിനക്ക് ഞാനൊരു സമ്മാനം വാങ്ങിച്ചു തരുന്നുണ്ട്. പക്ഷേ അവള് വീണ് കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോ അതിലും വലിയ ഇറിറ്റേഷനാ. അവക്കെന്തെങ്കിലും ഒരു അസുഖം പറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ അവളെ പരിചരിക്കുന്നതും താലോലിക്കുന്നതൊക്കെ കണ്ടു നിൽക്കണ്ടേ? ആ, അത് ശരിയാണല്ലോ. ഇപ്പോഴാണെങ്കിൽ അവളോട് അവന് സ്നേഹം കൂടിക്കൂടി വരിക. ഒരവസരം കിട്ടിയ അവളും അത് യൂസ് ചെയ്യും. എന്തായാലും ഇപ്പം നമ്മുടെ ആവശ്യം അവളുടെ വീഴ്ചയാണല്ലോ. അപ്പോഴേ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. കുറെ നാളായിട്ട് അവളെക്കുറിച്ചല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ട് അതിന്റെയൊക്കെ ഒടുവില് നമ്മളെല്ലാവരെയും അങ്ങ് തോൽപ്പിച്ച് അവള് മാത്രം അങ്ങ് ജയിക്കും. ഇന്ന് ജയിക്കില്ല, അത് ഞാൻ ഉറപ്പു തരാം. കുറച്ച് കഴിയുമ്പോഴേ അവളുടെ നിലവിളി കേൾക്കാം. പിന്നെ കുറച്ചു നേരത്തേക്ക് അവളുടെ വേദനയുടെ കൂടെ നിൽക്കുന്ന നാത്തുന്മാരായിട്ടെ നമുക്ക് വേഷം കിട്ടാം. എന്തു പറയുന്നു? അത് നല്ലതാ. സൂര്യക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ നമ്മൾ അവളുടെ കൂടെ നിൽക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണ് നല്ലത്. എന്റെ ദൈവമേ, ഇതെങ്കിലും പിഴച്ചു പോവാതിരിക്കട്ടെ. എടാ രാജു, ഇങ്ങനെ എന്തിനാണെന്ന് വിളിക്കണത്? ഇങ്ങനെ കിടന്ന് ചുമ്മാ വിളി 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 വിളിയൻ.